എന്റെ ജോലി എന്താ? ഞാൻ ഈ യൂട്യൂബർ ആണെന്ന് പറഞ്ഞില്ല, എന്നാ പണി കിട്ടും. ഇവിടെ യൂട്യൂബറിനെ ഇഷ്ടമല്ല. ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, ഇവരെ കഴിപ്പിക്കാൻ വേണ്ടി. ഇത്രയും വരുന്ന ഭക്ഷണത്തിന് ആവുന്നത് നമ്മുടെ നാട്ടിലെ ഒരു Este India, uno, este dos, perro, comida. India, todo diferente. നമ്മുടെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് വിട പറഞ്ഞ് ഞാനിനി പോകുന്നത് ഡെമോക്രസിയിലേക്കാണ്. ഡെമോക്രസി എന്തുതാ ബാബു അഡിയോസ്. അങ്ങനെ യെസ്, ഇനി നേരെ കോസ്റ്ററിക്ക. അവസാനം സ്വേച്ഛാധിപത്യം വിട്ടിട്ട് ഡെമോക്രസിയിലോട്ട് കടന്നു കയറുവാണ്. അതായത് ഞാനിപ്പോ നിക്കാരാഗ വിട്ടിട്ട് മറ്റൊരു രാജ്യത്തോട്ട് പോവാണ്. പട്ടാളക്കാരില്ല, അഴിമതിയില്ല. അഴിമതി കുറച്ച് കാണും, അത് വേറെ കാര്യം. ഹെൽത്ത് കെയർ അടിപൊളി. ഈ രാജ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വളർച്ചയ്ക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഹെൽത്ത് കെയറിനും എല്ലാത്തിനും ഇമ്പോർട്ടന്റ് കൊടുത്ത് നല്ലൊരു ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജ്യമാണ്. അത് ഏതാണെന്നല്ലേ? വെൽക്കം ടു കോസ്റ്ററിക്ക. ആ ചേച്ചി ഡെമോക്രസി എന്നാണ് കേട്ടോ സ്വേച്ഛാധിപത്യത്തിലോട്ട് നടന്നു വരുന്നത്. നോക്കിക്കേ. അഡിയോസ്, ബിയൻവെനീദോ, നിക്കരാഗ. കോമഡി ഞാൻ പറഞ്ഞില്ലല്ലോ, അവർ എമിഗ്രേഷനിൽ പോയി. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്റെ ജോലി എന്താ? ഞാൻ ഈ യൂട്യൂബർ ആണെന്ന് പറഞ്ഞില്ല, എന്നാ പണി കിട്ടും. ഇവിടെ യൂട്യൂബറിനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര പ്രശ്നമായ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ടൂർ ഗൈഡാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയപ്പോൾ എന്നെക്കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം. നേരെ എമിഗ്രേഷൻ ഓഫീസറിൽ പുള്ളിക്കാരൻ ഓടി എന്തൊക്കെ കഴിഞ്ഞ് ക്ലിയറൻസ് കഴിഞ്ഞ് വന്നു. സ്റ്റാമ്പ് അടിച്ചു, $3 കൊടുത്തു. നമ്മുടെ നാട്ടിൽ 290 രൂപയൊക്കെ അവർ വിട്ടു. ഞാൻ വിചാരിച്ചു ഇന്ന് മിക്കാറും യൂട്യൂബർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും പ്രശ്നമായെന്ന് വിചാരിച്ചു. ബട്ട് പ്രശ്നമില്ലായിരുന്നു. കയറുമ്പോൾ ആരും വന്നിട്ട് 10 ഫോളോവർ ഉണ്ടെങ്കിലും യൂട്യൂബർ ഒന്നും അറിയില്ല കേട്ടോ. പല രാജ്യങ്ങളിലും കിട്ടുന്ന പ്രിവിലേജ് നിക്കരാഗ വരുമ്പോൾ കിട്ടില്ല. എനിക്കൊന്ന് കോസ്റ്ററിക്കയിൽ കിട്ടും. കാരണം കോസ്റ്ററിക്ക എന്ന് പറയുന്ന ഈ രാജ്യം, സുന്ദരമായിട്ടുള്ള കുഞ്ഞു രാജ്യം, ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ ടൂറിസത്തിലാണ് കേട്ടോ. ടൂറിസം എക്കോണമിയിലാണ് ഈ രാജ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാത്രമല്ല ക്രിസ്റ്റഫർ കൊളംബസ് ഇവിടെ വന്നിട്ടുണ്ട്. കൊളംബസ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് 1500 കാലത്ത് സ്പാനിഷ് വന്നപ്പം ഇവരെ കളിയാക്കി വിളിച്ചതാണ് കോസ്റ്ററിക്ക. കോസ്റ്ററിക്ക എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉള്ള കോസ്റ്റ്, തീരോ എന്നാണ് കേട്ടോ വിളിച്ചത്. അത് കളിയാക്കി വിളിച്ചതാണ്. കാരണം ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ പ്ലാന്റേഷൻസ് ഇല്ല, ഇവിടെ സ്വർണ്ണം ഇല്ല. അതുകൊണ്ട് കളിയാക്കി ഈ സ്പാനിഷുകാർ വിളിച്ച് പേരാണ് അങ്ങനെ കോസ്റ്ററിക്കായി മാറിയത്. ഇവിടെ ഒന്നുമില്ല. ബട്ട് ഇപ്പോൾ ഭയങ്കര റിച്ചാണ്, നല്ല ഭരണമാണ്, നല്ല പൈസ ഉണ്ട്. സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും പൈസ കൂടിയ രാജ്യമാണ്, ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയറാണ്. ബോർഡറിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഇത് മനസ്സിലാവും. കയറുമ്പോൾ കൈ കഴുകാനുള്ള സിറ്റുവേഷൻസ്, സെറ്റപ്പുകൾ, പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഈ രാജ്യം നല്ല വൃത്തിയുള്ള രാജ്യമെന്നാണ് ഞാൻ കേട്ടെടുത്തുള്ളത്. ആണെന്ന് തോന്നുന്നു, ബോർഡർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവസാനം ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നു, ഏത് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു, ഞാനൊരു പേര് പറഞ്ഞു, കള്ളപ്പേര്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിച്ചപ്പം കൊടുക്കാനൊന്നുമില്ല. റിട്ടേൺ ടിക്കറ്റ്, ഒന്നുകിൽ ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ ഈ രാജ്യത്തുനിന്ന് പുറത്തു പോകുന്ന ബസ് ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ. ലാസ്റ്റ് അവസാനം ഞാൻ ഓൺലൈനിൽ കയറി. അപ്പോൾ ആരും ഓൺലൈനിലില്ല. അവസാനം US നമ്മുടെ റിയോ ബ്രോ ഓൺലൈൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓൺലൈനിലുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം ഒരു റിയോ ബ്രോ എന്നെ സഹായിച്ചു. നമ്മുടെ ഫേക്ക് നമുക്ക് പെട്ടെന്ന് ഡമ്മി ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ എടുക്കാം. ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ ഡമ്മി ടിക്കറ്റ് എന്നൊക്കെ അടിക്കുമ്പോൾ ഓരോ വെബ്സൈറ്റുകൾ വരും. അതിൽ കുറേ വെബ്സൈറ്റ് സത്യമാണ്. നമ്മളൊരു $10 $15 $5 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ട് അത് കാണിച്ചിട്ട് അങ്ങനെ അവസാനം ഞാൻ കോസ്റ്ററിക്കയിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ചൂട്, വെയിൽ. കോസ്റ്ററിക്ക എന്ന് പറയുന്നത് ആളുകൾ ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. ബീച്ച് ആസ്വദിക്കാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കോസ്റ്ററിക്ക എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളെ കോസ്റ്ററിക്കയിൽ കാണാൻ സാധിക്കും. കോസ്റ്ററിക്കയിൽ നമുക്ക് അധികം ബ്ലാക്ക് പോപ്പുലേഷൻ ഇല്ല. കാരണം ഇവിടെ അങ്ങനെ അധികം സ്ലേവ്സ് ഒന്നും ഈ ഒരു സ്ഥലത്ത് നമ്മുടെ സ്പാനിഷുകാർ കൊണ്ടുവന്നില്ല. ഓർഡർ കയറിയിട്ട് ആദ്യം എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇവിടുത്തെ കൊർദോവ പൈസയാണ്. നല്ല അടിപൊളി രസമുള്ള പൈസ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കൊളോണീസ്. കൊർദോവ മാറ്റിയിട്ട് കൊളോണീസ്. നല്ല രസമുള്ള കാണാനുള്ള പൈസയാണ്. നമ്മുടെ ബോർഡർ അങ്ങായിരുന്നു. ഞാൻ ബോർഡറിൽ നിന്ന് നടക്കുവാ മാക്കനെ. അയ്യോ,
പയ്യ കേട്ടോ. ഈ കാണുന്നതെല്ലാം തേക്കല്ലേ? ഇത് തേക്കല്ലേ? തേക്കാണെന്ന് തോന്നുന്നു. ഞാനിതാ ഇങ്ങനെ നടക്കുക. ഒരു വണ്ടി നിർത്തുന്നില്ല. ആകെ 4-5 വണ്ടികളെ പോകുന്നുള്ളൂ കേട്ടോ. വണ്ടികൾ അധികം പോകുന്നില്ല ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട്. കോസ്റ്ററിക്കയിൽ എനിക്ക് ഒന്ന് ഹിച്ചയ്ക്കും പാടാണെന്ന് തോന്നുന്നു. നിക്കാരോക്കയില് കുറച്ച് പാടായിരുന്നു ഇച്ചിരി. ഇവിടെ എല്ലായിടത്തും ഓരോ വീടുകളിൽ നിന്ന് അവർ ചവറുകൾ ഇതുപോലുള്ള ക്യാരി ബാഗുകളിലാക്കിയിട്ട് ഇവിടെ ഇതുപോലെ റോഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പല ഭാഗത്തും പല വീടുകളുടെ മുന്നിലായിട്ട് എല്ലായിടത്തും റോഡിൻ്റെ അടുത്ത് എല്ലായിടത്തും വാഴപ്പണങ്ങളാ. ഈ കാണുന്നതൊക്കെ വേസ്റ്റ് വെക്കാനുള്ള ഇതാണ് കേട്ടോ. മാവ് നമ്മുടെ നാട് കറക്റ്റ്. ശേഷം ഞാനിങ്ങനെ നടന്ന് ടയർഡായിട്ടില്ല. എൻ്റെ മാലാക ഗ്രാസിയാസ് കോസ്റ്ററിക്ക. ഞാനിവരെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോണുണ്ട്, പറപ്പിച്ച് പോകുന്നുണ്ട്. എനിക്ക് ലിഫ്റ്റ് വന്നില്ല. അവസാനം ഇപ്രാവശ്യം എനിക്ക് ലിഫ്റ്റ് വന്നു. വണ്ടി ഇവിടെ എല്ലാവരുടെ വണ്ടിയിലും കോസ്റ്ററിക്കയുടെ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നോക്കേണ്ടത്. എന്റെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യണല്ലോ. ഒരു ലിഫ്റ്റ് അടിച്ച ആള് ലിഫ്റ്റ് ലാക്രൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നു. ഇവിടെ നല്ല കാറ്റ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പ്. ആ കാണുന്ന ബസ് സ്റ്റോപ്പിൽ വാഷ്റൂമാണ് കേട്ടോ. അവിടെ കാണുന്നത് ആ അമ്മ ഇറങ്ങി വരുന്ന സ്ഥലത്ത് വാഷ്റൂമിന് മാത്രം 100 രൂപ. അതുകൊണ്ട് ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയില്ല. 100 രൂപ എടുത്ത് മൂത്രമൊഴിക്കാനായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ ബാഗ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ എവിടെ നിന്നാണ്ടോ? ഇവരൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന എന്നെ എന്തോ ട്രംപ് അടിച്ച് പുറത്താക്കിയത് എന്നെ എന്തോ കുറെ പേരെ കാണിച്ചു. കുറെ പേരെ ബോർഡർ ഡിപ്പാർട്ട്മെന്റ് കുറെ പേരെ വണ്ടിയിൽ കൊണ്ടാക്കുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട്. അവര് വിളിക്കുന്നുണ്ട് കേട്ടോ. അവരോടോ hola, ¿cómo estás? ¿Tú Venezuela? ¿Sí? Sí, por aquí. ¿Trump? ¿Trump? ¿Ice? ¿De dónde eres? Soy de India. India. ¿Un qué? ¿Ah? ¿Un streamer o qué? ¿Streamer o qué? Streamer. Haciendo Mi soy de India. Mi poquito español. ¿Estás en vivo? ¿Estás en vivo ahí? YouTube. Y de ahí lo subes. ¿Tú a dónde vas? A Venezuela. Venimos de México. Oh. México. Come Guatemala. Honduras. Nicaragua. Costa Rica. Panamá. Colombia. Venezuela. Llegaste caminando. Okay, sí. Mucha energía. ഇവരെയൊക്കെ ട്രംപ് അടിച്ച് പുറത്താക്കിയതാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ പഞ്ചാബിക്കാരെ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെയും കുറച്ച് രാജ്യക്കാരെ മാത്രമാണ് അവരുടെ വിമാനത്തിൽ അറ്റ്ലീസ്റ്റ് കൈയൊക്കെ കെട്ടിയൊക്കെ കൊണ്ട് അവർ നാട്ടിലിറക്കിയത്. ബാക്കി എല്ലാ ആളുകളെയും മെക്സിക്കോയിലോട്ട് തട്ടി അയച്ചു കേട്ടോ. ലാറ്റിൻ അമേരിക്കക്കാരെയൊക്കെ മെക്സിക്കോയിൽ എടുത്ത് തരുന്നു. മെക്സിക്കോന്ന് അവർ സ്വന്തമായിട്ട് പാവം കട്ടില്ലേ. അതോ അവിടെ ഇരിക്കുന്ന നോക്കിക്കേ എത്ര പേര് പാവം കേട്ടോ. നോക്കിക്കേ, ഇത് അവരുടെ ബാഗൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ബസ് വന്നു. ലൈബീരിയ പോട്ടെ. ലൈബീരിയ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ഈ ലൈബീരിയ ഇവിടുത്തെ ഒരു സ്ഥലവുമാണ്. ഇതാണ് കേട്ടോ ബസ്. ആ കാണുന്ന ബസ്സിൽ കയറി ഞാൻ ലൈബീരിയ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കടയിൽ കടച്ച് പൂട്ടി പോവുകയാണ് ഇവിടുത്തെ ആളുകളെല്ലാം. ഞാനിവിടുത്തെ ബസ് കയറി ഇനി വേറെ ഒരു സ്ഥലത്തോട്ട് പോവാണ്. രാത്രി ബസ്സിൽ ഇനി യാത്രയാന്ന് വിചാരിച്ച് ഹിച്ചൈക്കിംഗ് ഒക്കെ പാടാണ് കേട്ടോ രാത്രി. ഒരു പ്രാർത്ഥന അടക്കമാണ് കേട്ടോ. ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നല്ല കാറ്റ് കേട്ടോ. ഇവിടെ ഫുള്ള് കാറ്റ്. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഭക്ഷണത്തിനൊക്കെ കോസ്റ്ററിക്ക ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഉള്ളതിൽ ചീപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മക്ഡൊണാൾഡ്സ് ആണ് കേട്ടോ. മക്ഡൊണാൾഡ്സ് ആണ്.
വേറൊരു സ്ഥലത്തൊക്കെ പോയി മെക്ഡൊണാൾഡ്സ് ആണ് ആക്ച്വലി ചീപ്പ്. അങ്ങനെ വൈഫൈ ഒക്കെ കിട്ടാൻ വേണ്ടി ഏതാണ്ട് ഇവിടെ വന്ന് ഇരിക്കുവാണ്, ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇന്ന് നല്ലപോലെ ഫുഡ് അടിച്ച് കയറ്റി. രാത്രി ഇത്രയും ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിച്ചു. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അവരെനിക്ക് വേണ്ടി ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ യാത്രയാണ്. രാത്രി ഇനി ഹിച്ചയ്ക്കാൻ വേണ്ടി പോവാം. ഞാനിവിടെ ബാഗും വെച്ചിട്ട് ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ മുന്നിൽ ഇങ്ങനെ അതാ നിൽക്കുവാണ് കേട്ടോ. പെട്രോൾ സ്റ്റേഷനിലാകട്ടെ വണ്ടിയോ ഒന്നുമില്ല. ഇവിടെ പോലീസുണ്ട് കേട്ടോ, എപ്പോഴും ചെക്കിങ്ങിന് പോലീസുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ രാജ്യം ആക്ച്വലി സുരക്ഷിതമാണ്. എന്നിരുന്നാലും എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും പറയണം രാത്രി സുരക്ഷിതാവ്. ഇവിടെ സേഫ് അല്ല കേട്ടോ. എനിക്കറിയില്ല, കഴിക്കാനൊന്നും പറ്റൂല. ഞാൻ അവസാനം ബസ് സ്റ്റോപ്പിൽ വന്നു. ഇനി ഒരു 3 മണിക്കൂർ, വെളുപ്പാലത്ത് 3 മണിക്ക് പോകാം. 12 മണിയായി, 3 മണിക്കേ ബസ്സുള്ളൂ. ഇവിടെ ഞാൻ സ്ട്രീറ്റിൽ കിടക്കുവാണ് കേട്ടോ. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ എല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ ഏറ്റവും ചീപ്പ് ടാക്സി എന്ന് പറഞ്ഞാൽ അവർ ചീപ്പ് പറയില്ലേ, $200. $200 എന്ന് പറയുമ്പോൾ ഏകദേശം 18,000 കൂടുതലായി കേട്ടോ. ചീപ്പെന്ന് ഇവിടെ ചീപ്പാണ് കേട്ടോ. $200 നമുക്കെന്ന് പറയുമ്പോൾ $200 സാലറി പോലും കിട്ടില്ല ചില സ്ഥലത്ത്. അപ്പോൾ ഞാനൊന്നും ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ ഒരു 3 മണിക്കൂർ. ഇവിടെ ഈ ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയുന്നു ഇവിടെ കള്ളന്മാരുണ്ട്, സുരക്ഷിതമല്ല, ഡേഞ്ചറാണെന്ന്. എനിക്കറിയില്ല കേട്ടോ എന്താന്ന് പറയുന്നതെന്ന്. ഞാനിവിടെ കൂളായിട്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ഒരു ബസ് വന്ന് എന്നിട്ട് ഇവരൊക്കെ ഇറങ്ങി. അവരുടെ സംസാരമൊക്കെ ആയിട്ട് ഞാൻ എണീറ്റതാണ്. എന്നെ കണ്ട ഒരു ഹോംലെസ്സിനെ പോലെ വൃത്തിയില്ലാതിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ആരും അടിച്ചു മാറ്റാൻ സാധനങ്ങൾ ഫോണൊന്നും തട്ടിപ്പറിക്കാൻ വരില്ല എന്ന് തോന്നുന്നു. ഇവിടെ സുരക്ഷിതമല്ല എന്ന് ചെറുതായിട്ട് തോന്നിയുണ്ട്. അയ്യോ, ഇവിടെയാണോ? ഇവിടെ വലിയ വൃത്തിയില്ലല്ലോ. അവസാനം നല്ല ഉറക്കക്ഷീണം. അതുകൊണ്ട് 1.5 മണിക്കൂർ ഉറങ്ങി 1.5 മണിക്കൂറുള്ള നല്ലപോലെ കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ ടെൻ്റ് അടിച്ചു. ഞാൻ വെളുപ്പാങ്കാലത്ത് ബസ് എടുക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നു. ടിക്കറ്റ് എടുത്തു. ഏകദേശം 1000 രൂപയാണ് കേട്ടോ. 1000 രൂപ എടുത്തിട്ട് ഒരു 2.5 മണിക്കൂർ ബസ് ക്യൂവിൽ നിൽക്കുക. ഞാൻ രാവിലെ വീഡിയോ തുടങ്ങുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ എന്നെ ബസ് കൊണ്ട് നിർത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോസ്റ്ററിക്ക. ഇവിടുത്തെ മലകളാണ് കേട്ടോ, മുഴുവൻ മല. നല്ല തണുപ്പുണ്ട്. ഇവിടെ ബസ്സുകൾ പോകുന്നുണ്ട്. എൻ്റെ കോലം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എനിക്കൊന്ന് കുളിച്ച് റെഡിയായിട്ട് വേണം കാണിക്കാനായിട്ട്. എൻ്റെ കോലം ഞാൻ വെറും കോലം കെട്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള സാൻ ഹോസയ്ക്ക് അടുത്തായിട്ടുള്ള സാൻ റോമൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനുള്ളത്. നല്ല വൃത്തിയും നീറ്റും ക്ലീനും ആയിട്ടുള്ള വഴികളും പാത്തുകളും. ഇവിടെ എല്ലാവരും ട്രാഫിക് പാലിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ. ഇവരുടെ ഒരു തുണികളൊക്കെ വിൽക്കുന്ന നല്ല രസമുള്ള കളർഫുള്ളായിട്ടുള്ള ഇതുപോലുള്ള ഡ്രസ്സുകൾ ബീച്ച് വെയറിനൊക്കെയാണ് കേട്ടോ കൂടുതലും. കാരണം ഇവിടെ ധാരാളം ബീച്ചുകളുണ്ട്. പ്ലായ എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ ബീച്ച് എന്നാണ് അർത്ഥം. ധാരാളം ബീച്ചുകളുള്ള രാജ്യമാണ്. ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി USA എന്നൊക്കെ ധാരാളം പേര് ഇങ്ങോട്ട് വരും. കാണുന്നതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയം. കണ്ടിട്ട് വലിയ പഴക്കമൊന്നുമില്ല. ഈ ദേവാലയത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പാർക്കുണ്ട്. ഞാൻ പിന്നീട് പോവാം. ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന്. കൗസഫിയിൽ ഒരു പയ്യൻ എന്നെ കുറേ ആളായിട്ട് വിളിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വാ എന്ന്. അങ്ങനെ അവസാനം ആ വായിക്ക് ഞാൻ പറഞ്ഞു അതെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ അവൻ്റെ അമ്മ എന്നെ കാത്ത് നിൽക്കുവാണ് കേട്ടോ. ബഡിയുടെ പേര് ഐസാക്ക് എന്നാണ്. ഐസാക്കിന് എൻ്റെ പ്രായമൊക്കെ ഉള്ളു. അപ്പോൾ ഐസാക്കിൻ്റെ അമ്മ എന്നെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് ഐസാക്കിൻ്റെ വീട്ടിൽ. ഐസാക്ക് ഇല്ല കേട്ടോ, രാവിലെ ജോലിക്ക് പോയി. ഇതിലെ ഒരു ടെക്സ്റ്റൈൽ കട. ഇതുപോലുള്ള തുണികളാണ് കേട്ടോ, കളർഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കുകൾ. ഈ കാണുന്നത് അപ്പുറത്തെ വണ്ടി ഉള്ളതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഏതോ കുത്തന ഇറക്കത്തിലാണല്ലോ വീട് അവൻ്റെ. ഇനി ഈ കുത്തന ഇറക്കമെല്ലാം തിരിച്ച് നടന്ന് വരണം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. വിരളി പിടിച്ച 2 പട്ടികളാ. ഓക്കെ വിരളിയാണത് 2 വിരളി.
ആദ്യം തന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ തുണിയെല്ലാം കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ. സമാധാനമായി. അവസാനം ഞാൻ ഫ്രഷായപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ. ഇവിടെ ഞാൻ ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുകയാണ് നമ്മുടെ ഐസാക്കിന്റെ മമ്മ. ഹലോ മമ്മ. Hola. Buenos Hi, días. how are you? Good. ¿Cómo estás? Very good. Very good. Muchas gracias, mi hospitalidad. Okay. Muchas gracias. Nice to meet you. Mucho gusto. ¿Tu amigo? My friend. Hola. Hola, ¿Cómo estás? bien. Bien. Okay. Bien. Mucho Ya, ya. gusto. Mucho gusto. Mucho gusto. Igualmente. Okay, gracias. Que disfrute el país. ¿Fruta del país? Disfrute. Disfrutar. Disfrute de Costa Rica. Ah, okay. Sí, hoy comí Costa Rica. Bienvenido a Costa Rica. Sí. Sí. Pura vida. Gracias. എനിക്കൊന്നും മനസ്സിലായില്ല. പ്രൊവൈച്ചോ. Gracias. ഇവിടെ നമ്മുടെ ഇത് നമ്മുടെ ബീൻസ് അല്ലേ? ബീൻസിനെ ഇവർ ഫ്രീ ഓളെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ നമ്മുടെ ചോറ്, കറുത്ത കളറിലുള്ള ചോറ്, പിന്നെ ഇവിടെ എഗ്ഗ്, പിന്നെ നമ്മുടെ തർത്തിയ, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഇതിന്റെ പുറത്ത് ഇങ്ങനെ നമ്മൾ ടേബിൾ ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല സ്ഥലമുണ്ട്. Con inteligencia artificial. Inteligencia. tú കോയ് Aquí poder hablar. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. No tengo planes hasta ahora. Siempre luego con plans inesperados. No tienes planes ahorita. Sí. Costa Rica no plan. But lo sé. Después Panamá. Después Panamá. Bien, Panamá. Después Colombia. Colombia. Después Colombia no plan. Ecuador, yo Venezuela. Venezuela. Yo Perú. No plan. Perú. But my plan todo América. Todo América. Centroamérica. Todo América. América. Norte, centro. México. Yeah. Ya fuiste. Mi comenzó Unido State. Estados Unidos. Comenzó en Estados Unidos. No, comenzó Unido State. Ajá. Después Ajá. México. Tú dices. Tú dices. Yo comencé Estados Unidos. Y luego Yo comencé Estados Unidos. México. Después México. Ajá. Después Belice. Belice. Después Guatemala. Después El Salvador. Después Honduras. Después Guatemala. no, El Salvador. Bueno. Después Honduras. Después Nicaragua. Después Iki. ¿Estás grabando? Costa Rica. Sí. ¿Por qué? Uy. Un minute. ¿Tienes un canal en YouTube? Sí. Memoria. Memoria Felice. Memoria Felice. Quiero hablar. Memoria Felice. Tú bien speaking English. Poco, sí. Mi poco, tú poco, bien. Sí, entonces, ¿qué idioma? ¿Idioma? ¿Sí? ¿India? ¿Idioma? ¿Sí? O sea. No understand. No, ok, no entiende. Sí. ¿Comido? Mi no. India. India, 1, 2, perro, comida. India, todo diferente. Sí. Mi mascota, ¿no? Mi 2, no. Okay. Sur, no. Norte, no. ¿Y sí? Este. Uy, pobrecitos. Sí. No, yo creo que. ഞാൻ പറഞ്ഞു പട്ടിയെ കഴിക്കുന്നു കേട്ടോ. നമ്മുടെ ഈസ്റ്റില് നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹോസ്റ്റ് വന്നു. പുള്ളിക്കാരൻ വീട്ടിൽ വന്നു പണിക്ക് ശേഷം. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് പുറത്ത് നടക്കാൻ വേണ്ടി വന്നാണ്. ഹലോ ബ്രോ. ¿Cómo estás? You can introduce yourself. Thanks for inviting me. Okay, thank you so much. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഐസാക്കാണ് പേര്. അപ്പോൾ ഐസാക്കിന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു ഞാൻ. ഐസാക്ക് ജോലിക്ക് പോയിട്ട് വന്നു. നമ്മൾ ഇനി ഒന്ന് ഇവിടെ വൈകുന്നേര കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടുത്തെ ടൗണിലോട്ട് ഇറങ്ങിയതാണ്. കുഞ്ഞു ടൗണാണ് കേട്ടോ. വളരെ കുഞ്ഞു ടൗണാണ്. ഈ കാണുന്നത് ആളുകളൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്ന ഒരു ഏരിയ. അതായത് ബസ് സ്റ്റോപ്പ് എന്താണ്. അവിടെ കുറേ ഗെയിം കളിക്കുന്നുണ്ടോ, ടേബിൾ ഗെയിം. ചൈനയിലൊക്കെ പോയാൽ കാണാൻ സാധിക്കുന്നത്. കാണുന്നത് ഇവിടുത്തെ ഒരു
ബസ് സ്റ്റേഷനാണ് ഇത്. ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ. ഇവിടുത്തെ ചിത്രങ്ങൾ നോക്കിക്കേ. അവർ കുറേ പെയിന്റിങ്ങുകളുണ്ട് കേട്ടോ. ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള കുറേ പെയിന്റിങ്ങുകളുണ്ട്. ഞാനിവിടുത്തെ പള്ളിയിലോട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, ഇവിടുത്തെ വലിയ പള്ളി. ഇവിടെ കല്യാണത്തിൻ്റെ ഇതാണ് കേട്ടോ. 33, 32 വയസ്സ്, 39 വയസ്സ്, 37 വയസ്സ്, 30 വയസ്സ്, 28 വയസ്സ്, 31, 25, 32, 30. എല്ലാവരും 30 കേട്ടോ. ആവറേജ് 30-ലൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. ഇവിടെ ഒരു 24 ഉണ്ട്. ബാക്കി എല്ലാവരും 30, 35. പിന്നെ ഇവിടെ 23, 25 ഉണ്ട് കേട്ടോ. ഇവിടെ അവിടെ 40. അതൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെ വല്ല കല്യാണമായിരിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നതായിരുന്നു നമ്മുടെ പള്ളി. ഇവിടെ ആയിട്ട് നമ്മുടെ പാർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ പാർക്ക്. ഞാനിപ്പോൾ ആക്ച്വലി അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ റുവാണ്ടൻ ഫ്രണ്ട്, ഞാൻ റുവാണ്ടയിലൊക്കെ പോയപ്പോൾ അവൻ്റെ കൂടെ ഒരാഴ്ചത്തോളം നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ ആഫ്രിക്കൻ ഫ്രണ്ട്, അവൻ കോസ്റ്ററിക്കയിൽ വന്നിട്ടുണ്ട്. അവൻ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ കോസ്റ്ററിക്കയിൽ വന്നു. അപ്പം അവ ഇവിടെ നിന്ന് 2 മണിക്കൂറുണ്ട് കേട്ടോ. പിന്നെ അവർ വണ്ടി റെൻ്റ് എടുത്തിട്ട് എന്നെ കാണാൻ വേണ്ടി ഇപ്പം തന്നെ വരും കേട്ടോ. Hola, hola. Who is here? Oh man. What's up? Long time. How are you? Good, how are you? Your Burundi is here. Sorry. ഇവൻ ബുറുണ്ടിക്കാരനാണ് കേട്ടോ. ഇവൻ താമസിക്കുന്നത് കിഗാലിയിലാണ്. കാനഡയിൽ നിന്ന് വന്നതാണ്. How do you feel? Is it expensive? It is. It's very expensive, right? It's expensive. Like they're literally selling us in dollars. Wow, ഇവിടെ എല്ലാം എക്സ്പെൻസീവ്. ആക്ച്വലി ഞാനിപ്പോ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. 4 ബോക്സ് ഫ്രൂട്ട്സ്. ചെറിയ ബോക്സ് വാങ്ങിച്ചതേ ഉള്ളൂ. 4 പേരുണ്ടായിരുന്നു. എന്റെ ഹോസ്റ്റലിനോട് വേണ്ടി വാങ്ങിച്ചു. 3000 കേട്ടോ. 3000 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിന് 1000 ആണ്. 1000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 200, ഏകദേശം $2. ഒരു ചെറിയ ബോക്സിന് 200 കേട്ടോ. 200 ഇത് കൊടുക്കുമ്പോൾ ഒരു ചെറിയ ബോക്സ്, ഇത്ര ബോക്സ് ഉള്ള ഫ്രൂട്ട്സ് എക്സ്പെൻസീവ്. ഐ ഹാവ് ടു ലീവ് കോസ്റ്ററിക്ക ഫാസ്റ്റ്. You are Canadian. You don't have to No, but worry. no, even comparing to Canadian life, this one is expensive. ഇവ ഇപ്പോഴായിട്ടാണ് കേട്ടോ കാനഡയിലോട്ട് മൂവ് ചെയ്തത്. ഞാൻ ഇവന്റെ നാട്ടിൽ പോയപ്പോൾ റുവാണ്ടയിലായിരുന്നു. അവിടെ തന്നെയായിരുന്നു. പിന്നെ അവ ഉടനെ ഞാൻ പോയി. I think after I came, then after I left, you left to Canada 3 years. Yeah, something like that. ആണ് ജോ കേട്ടോ. ജോ Heavy, man. It's your bike. അവന് ഇഷ്ടപ്പെട്ട It's a rental. റെന്റൽ ക്യൂട്ട് ബൈക്ക് എന്ന് പറഞ്ഞാൽ $60 ആണ് കേട്ടോ. അതായത് 5500 രൂപ അടുപ്പിച്ചാണ് കേട്ടോ. 6000 രൂപ അടുപ്പിച്ചാണ് ഒരു ദിവസത്തേക്ക് ഈ മോട്ടോർ സ്കൂട്ടർ റെന്റ് ചെയ്യാൻ മാത്രമേ കോസ്റ്ററിക്കയിൽ പൈസ ചിലവാകുന്ന. കോസ്റ്ററിക്ക ഇസ് വെരി എക്സ്പെൻസീവ്. അവൻ വിചാരിച്ചു ഇത് നല്ല പവറുള്ള ബൈക്കാണെന്ന്. ഫുള്ള് മലയും ഇതും കേട്ടോ. ഇവർ മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ വേണ്ടി. 2 മണിക്കൂർ യാത്രയ്ക്ക് ഇവർ 6 മണിക്കൂർ എടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ബ്രോ കഷ്ടപ്പെടുന്നതാണല്ലോ. I want to live in like this. എന്നെ വിൽസൺ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വിൽസൺ വന്നപ്പോൾ വിൽസൺ പറഞ്ഞു നമുക്ക് വിൽസന്റെ സ്ഥലത്തോട്ട് പോവാം. വിൽസന്റെ സ്ഥലത്ത് പോയി 3-4 മണിക്കൂർ എടുത്ത് ഞാൻ ബസ്സിൽ പോവും, അവർ ബൈക്കിൽ പോവും. എന്നിട്ട് ഇവൻ പകുതിയിൽ എന്നെ വിളിക്കാൻ വരും. 1 മണിക്കൂർ യാത്ര ചെയ്ത് രാത്രി. അതുകൊണ്ട് പ്ലാൻ സഡൻലി മാറി. ഞാൻ വിൽസന്റെ കൂടെ പോവാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ വന്നു. കുറേ ആൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അയ്യോ, ഈ മല കയറാൻ എടുത്ത പാട്. നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടോ. അമ്മയുടെ അടുത്ത് പറഞ്ഞു വളരെ നന്ദി. നല്ല പാവമായിരുന്നു കേട്ടോ നമ്മുടെ ഐസാക്കിൻ്റെ അമ്മ. നല്ല സ്നേഹമായിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു. ദാണ്ടെ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഗൈസ്, ഹാവ് എ സേഫ് ജേർണി മാൻ. എൻ്റെ കേരള, മൈ കേരള. അവന്മാർക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു കേട്ടോ. ജോയ്ക്ക് ഇതും എൻ്റെ ജാക്കറ്റ് വിൽസനും കൊടുത്തു. Ready for the ride? Yeah, ready. അവസാനം ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് സീറ്റിലൂടെ ഞാനിപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുവാണ്. ഞാൻ അടുത്ത ബസ് കയറി. ഞാൻ ഇതിനിടയിൽ ഇൻ്റർനെറ്റ് വേണ്ടി ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതൊരു ചർച്ചിൻ്റെ ആൾക്കാരായിരുന്നു കേട്ടോ. അവർ ചർച്ചൊക്കെ ഒതുക്കി പോവുകയാണ്.
അപ്പോൾ എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു ഒരു സ്ഥലം വരെ. വീണ്ടും എനിക്ക് അടുത്ത ലിഫ്റ്റ് അടിച്ച് വേണം എനിക്കിനി നമ്മുടെ വിൽസൻ്റെ സ്ഥലത്തെത്താൻ. വിൽസൺ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഈ സ്ഥലത്തോട്ട് ബൈക്കിൽ വരുമായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പകുതി ഒരു ലിഫ്റ്റ് കിട്ടി, നീ അവനെ കൊണ്ടാക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാരും പറയാണ് കേട്ടോ. Oh my God. We're ready. Woo! Are you afraid? No. Okay. No, not now. Before, yes. Before, yes. ഞാൻ ഇവിടെ ആക്ച്വലി വൈഫൈ ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ ചർച്ച് പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോ ഇവർ ഇംഗ്ലീഷ് സംസാരിക്കരുത്, വീഡിയോ എടുക്കുവാണല്ലോ കേട്ടോ. അപ്പൊ എല്ലാരും പറയാ എത്തിയിട്ട് വിളിക്കണേ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി എത്തിയിട്ട് വിളിക്കണേ കേട്ടോ. Call me as soon as you get home, they say. They think I'm a vampire. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. അതായത് ആണായതിന്റെ പേരില് നമ്മള് മാൻ പാട്രിയാർക്കിയിലാണ് ജീവിക്കുന്നത്. ആയതിന്റെ പേരില് നമ്മളെ വിശ്വാസക്കുറവ് കേട്ടോ പല ആളുകളും. അതുകൊണ്ടാണ് എനിക്ക് എന്നെ പല ഫാമിലീസും സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൊടുക്കുന്ന ആ ഒരു എങ്ങനെയാണ് അവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്നതിന്റെ ഒരു ഇതിലാണ്, മനസ്സിലായില്ലേ. ബട്ട് അതേസമയം ഞാനൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എനിക്ക് അതൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഇങ്ങോട്ട് അത്രയ്ക്ക് സ്നേഹവും കിട്ടുമായിരുന്നു, ഇത്രയ്ക്ക് ഇൻവിറ്റേഷൻസും കിട്ടുമായിരുന്നു, ബന്ധങ്ങളും കിട്ടുമായിരുന്നു. ബട്ട് അത് ആണായതിന്റെ പേരിൽ എനിക്ക് അത്രയും കിട്ടാറില്ല. അപ്പൊ അതിലെനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. ബട്ട് എന്നിരുന്നാലും ഞാൻ എങ്ങനെ ആളുകളുടെ അടുത്ത് ഡീൽ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടും. അപ്പോൾ okay, you are making video. Okay. Thank you so much. What's your name? Sylvia Ruiz ആണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തരുന്നത്. Thank you. No, I was saying about the man life, you know. Yes. Because people are afraid of men, so it's really hard, Woman too. Yeah, now still. it's very difficult. അങ്ങനെ എന്നെ വിളിക്കാനായിട്ട് ചെറുക്കൻ വന്നിട്ടുണ്ട്. Oh my bro. How was the ride? A lot of dust. പൊടിയാ? It was cool. Cool? Damn. I've never driven a bike this night. ഇതുവരെയായിട്ട് ഇങ്ങനെ രാത്രി ഇതുവരെയായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇനി ബാഗ് എടുത്ത് ഇനി നമ്മുടെ ബീച്ച് സൈഡിലോട്ട് ഒരു സ്ഥലത്ത് പോവാണ്. ഇവരുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. Let's go, vamos. Let's go. ജോന് വലിയ പരിചയമില്ലെന്നാണ് തോന്നുന്നത്. 40 കിലോമീറ്റർ പോണം കേട്ടോ. നമ്മളങ്ങനെ അവസാനം ബീച്ചിൽ വന്നു. ഇനി ഞാൻ കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റൂമിൽ ഓൾറെഡി വെച്ചു. ഇവിടുത്തെ റൂളാണ്, എപ്പോഴും കഴുത്തിലിട്ടേക്കണം ഈ സാധനം. ഇല്ല ഈ പണി കിട്ടും കേട്ടോ, റിഫ്ലക്ടർ. ഓക്കെ, കഴിഞ്ഞ ദിവസം രാത്രി വന്ന് കിടന്നുറങ്ങി. ഞാനിവിടെയാണ് കേട്ടോ കിടന്നത്. അവരും വിൽസനും അവിടെയാണ് കിടന്നത്. അവ അവിടെ കിടന്നുറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. മോർണിംഗ്. അങ്ങനെ നമ്മുടെ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ്. Man, how are you feeling? ഞാൻ കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മുടെ ഫുള്ള് മസാജാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ധാരാളം ആളുകൾ ഇവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നത് മസാജ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെയ്യാനാണ്. അത്യാവശ്യം നല്ല ടൂറിസ്റ്റിക് ആയിട്ടുള്ള ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത് മുഴുവൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ബീച്ചിന് വേണ്ടിയുള്ള വ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇതാണ് കേട്ടോ. ധാരാളം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് കാനഡയിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് കൂടുതലും. അങ്ങനെ യൂബർ പിടിച്ച് ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ. What happened? You are not satisfied here? Tell me, bro. I'm hungry. Yeah, they have food here. ഞാൻ ഇവിടെയാണ് കേട്ടോ അവനെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. നമ്മൾ വന്നിട്ട് ഒരു സ്മൂത്തി ഓർഡർ ചെയ്തു. Cheers, man. Provecho. It's okay. കുഴപ്പമില്ല കേട്ടോ. Bro, don't make me. ഭക്ഷണം വന്നു. ഞാൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, ഇവരെ കഴിപ്പിക്കാൻ വേണ്ടി. ഇത്രയും വരുന്ന ഭക്ഷണത്തിന് ആവുന്നത് നമ്മുടെ നാട്ടിലെ ഒരു 1000 രൂപയാണ് കേട്ടോ. 1000 രൂപ. അവൻ റൈസും വെജിറ്റബിൾ റൈസും ഫ്രൈസും എല്ലാം, ഇവിടെ നമ്മുടെ ഫിഷും ഇതൊക്കെയാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ. വെച്ചോ ഗൈസ്. നമ്മൾ ഇത്രയും കഴിച്ചതിന് വന്ന വില 20,615 കോസ്റ്ററിക്കൻ പൈസ, അതായത് $40-41. നമ്മുടെ നാട്ടിലെ ഒരു 4000-5000 രൂപയാണ് കേട്ടോ 3 പേരും കൂടെ കഴിച്ചതിന് ഫുഡായത്. ഞാൻ കോസ്റ്ററിക്കയിൽ നിന്ന് ഓടാൻ വേണ്ടി പോവാണ്.
ഞാൻ ഇമാരെ വിളിക്കുവാണ്, പനാമയിൽ വാ, പനാമയിൽ പോവാം. നമ്മൾ പനാമയിൽ പോകാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെ ഒരുമിച്ച്. ബട്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇമാര് പറഞ്ഞ് പനാമയിൽ പോകണ്ട. എനിക്ക് പനാമയിൽ പോയി അത്രയും ചീപ്പാവും. കാരണം എന്താ പറയാ, ഞാൻ കൂട്ടുകാരന്മാരോട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിലല്ലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ട്രാവൽ ചെയ്യുന്ന ഹിച്ചേക്ക് ചെയ്ത് ഇമാര് ട്രാവൽ ചെയ്യില്ല എൻ്റെ കൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചു പനാമയിലാകുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് റെസ്റ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. 1-2 ദിവസം എവിടെയെങ്കിലൊക്കെ നിന്ന്. ബട്ട് ഇപ്പോൾ ഒരു ഐഡിയ അല്ല കേട്ടോ. ഇമാര് കോസ്റ്ററിക്ക തന്നെ നിൽക്കാനുള്ള ഒരു പ്ലാനാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് കാനഡയിലോട്ട് പോകണം. We do the service. I can do it. Wow. മസാജ് ബ്രോ, മസാജ്. നല്ല ചൂട്. നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുന്നത് കുതിര ഓട്ടിക്കാനാണ് കേട്ടോ. കുതിര ഓട്ടിക്കാനുള്ള ട്രിപ്പിന് പോകാൻ വേണ്ടി പോവാണ്. ഈ ചൂടത്ത് ഇത് ഞാൻ പ്ലാൻ ചെയ്തതല്ല, പ്ലാൻ ചെയ്തതാണ്. We going to do the horse riding in the hot, bro. ഒരു മണിക്കൂറിന് കുതിര അവനാണ് കേട്ടോ എനിക്ക് ഓഫർ ചെയ്തത്. ആക്ച്വലി ഞാനല്ല. കുതിരയ്ക്ക് ഒരു മണിക്കൂറത്തേക്ക് 5000 രൂപയാണ് കേട്ടോ. വേറെ പണിയില്ല. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു നമ്മൾക്ക് പോയേ പറ്റുള്ളൂ, എന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മളങ്ങനെ നമ്മുടെ 3 കുതിരകൾ അവിടെ നിൽക്കുവാണ് കേട്ടോ. 3 റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. കവായോ mucho fasto? Mucho fasto? Caballo. Bueno? ഇതാണ് കേട്ടോ. Calm down. Uno, calm down. Uno, like despacio. Yeah. No, so calm, you know. This one? Yeah. Okay. This fast, right? Yeah. ഇതാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞേ. ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ വേറെ കുതിര 3-4 കുതിര ഉണ്ട്. ഒരു കുതിര ഗൈഡിൻ്റെത്. അതുകൊണ്ട് എല്ലാ കുതിരയുടെ പുറകിലും ഇത് കെട്ടിയിട്ടോ പൂപ്പ് പോകാനായിട്ട്. ഞാനങ്ങനെ കുതിരയുടെ മുകളിൽ കയറാണ്. അങ്ങനെ കുതിരയെ തന്നു. നമുക്ക് കുതിരയെ തന്നു വിട്ടിട്ടാണല്ലോ. ബ്രോ, we are more independent. Okay bro, you go. Go. നമ്മൾ ഏതൊക്കെയോ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടൊക്കെ പോവാണല്ലോ. ബ്രോ this way bro. bro stop. Allah, this way bro. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് വെള്ളത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. കണ്ടില്ലേ, അതിന് വെള്ളം തയ്ക്കുന്നുണ്ട് കേട്ടോ. Come on man. Yeah. നമ്മള് ഏതോ ഇവരുടെ ഫാമിൽ കൂടെ ഒക്കെ ഉള്ള വഴി കൂടെയാണ് കേട്ടോ പോകുന്നത്. കുതിര റൈഡ് ഒരു കാറിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇറക്കി. നേരെ നമുക്ക് ഫ്രീഡം തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെ വേണോ പോകാനായിട്ടുള്ള ഒരു ഫ്രീഡം തരുന്നു പാവം. He's saying go by line. അവന് ഓൾറെഡി വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അവൻ തളർന്നു. വിൽസ what happened? Paining, bro. It's paining? Yeah, because I'm going sandal. No worries. Bro. It's part of the horse riding. അവൻ ഓൾറെഡി പാവം കേട്ടോ. അവൻ ടീഷർട്ട് ഇട്ടോണ്ട് വന്ന്, ടീഷർട്ടല്ല നിക്കർ ഇട്ടോണ്ട് വന്നോണ്ട് ഇത് ചന്തി അതിനെടുക്കുന്നു. Adventure trail. Let me first get a video. You're getting a video? Yeah. Okay. Oh damn. നമ്മള് കാട്ടിക്കൂടെ ഒക്കെ പോകുന്നു. കുഴപ്പമില്ല. 5000-ന് ഒരു ഇതുണ്ട് കേട്ടോ. നല്ല രസമുള്ള കുറെ ട്രോപ്പിക്സ് കൂടെയൊക്കെയാണ് അവര് കൊണ്ടുപോകുന്നത് കണ്ടോ. Yeah, it's good. Yeah. What bro? അവൻ എന്റെ അമ്മോ. ഞാനാണോ ഇത് തേനീച്ചയല്ലേ? പുള്ളി എന്തോ കുറെ നേരമായിട്ട് നോക്കുവാണ്. ഹീസ് ലുക്കിംഗ് ഫോർ സംതിങ് ബ്രോ.
വാട്ട് ഈസ് ലുക്കിംഗ് ഫോർ? എന്തോ നോക്കുവാണ് കേട്ടോ പുള്ളിക്കാരൻ നേരത്തെ ആകാശത്ത്. ഇവനല്ല, നമ്മുടെ ഡ്രൈവർ ഉണ്ടല്ലോ, നമ്മുടെ ഗൈഡ്. അവനെ കുതിരയെ പെട്ടെന്ന് പോകാൻ വേണ്ടി അടിക്കുകയാണ് കേട്ടോ. You gonna run? നല്ല വഴികൾ കേട്ടോ, കൊറേ വഴി ഇങ്ങനെ കൊറേ ഉണ്ട്. എന്റെ I think that's the reason why you told us you had bought a horse. yeah. I think you like it so much. Yeah, you know, man. ഇത് നമ്മുടെ ATV റൈഡ് ഉണ്ടല്ലോ, ATV UTV ആ റൈഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ വേറെ ആളുകള്. What are you feeling, bro? അതിന്റെ മുഖമൊക്കെ മാറി കേട്ടോ, വേദന എടുത്ത് പൊളരുന്നു. അവിടെ മറ്റേ ATV UTV റൈഡാണ്. അവിടെ കുറെ ആൾക്കാർ ഇന്ന് മീൻ പിടിക്കുകയാണ് കേട്ടോ, വല എറിഞ്ഞ് മീൻ പിടിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മീൻ വല്ലതും കിട്ടുന്നുണ്ടോ കേട്ടോ. നമ്മള് കുതിര ഓടിക്കാനൊക്കെ പോയിട്ട് ഇവിടുത്തെ ബീച്ചിലോട്ട് വന്നതാണ്. ഇവിടെ UK-യുടെയും കോസ്റ്ററിക്കയുടെയും ഒക്കെ ഫ്ലാഗാണ്, ബ്രസീലിന്റെ ഫ്ലാഗ്. നമ്മുടെ കോസ്റ്ററിക്കൻ ഫ്ലാഗ് കാണുമ്പോൾ നമുക്ക് തായ്ലൻഡിന്റെ ഫ്ലാഗ് പോലെ തോന്നും കേട്ടോ. ഇവിടെ വൈകുന്നേരം സൺസെറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അവർക്കിവിടെ നല്ല വലിയ ലോങ് കോസ്റ്റ് ഉണ്ട് കേട്ടോ. ബീച്ച് ഇതാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ടില്ലേ, നല്ല വലിയ കോസ്റ്റുകൾ. ആളുകൾ കുറേ പേരൊക്കെ സർഫ് ചെയ്യാനൊക്കെ വരുന്ന ഒരു ബീച്ചും കൂടിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. നല്ല ലോങ് കോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കാം. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റൈല് ഭക്ഷണം കേട്ടോ. ഈ കാണുന്നതിന് നമ്മുടെ നാട്ടിലെ ഒരു 10,000 രൂപയുടെ അകത്താണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഇവിടെ നമ്മുടെ സലാഡ് ചിക്കൻ. ബ്രോ പ്രൊവൈച്ചോ ബ്രോ. Wilson, provecho. Why are you showing off when it comes to camera? Be humble, bro. Be humble. Displaying a more important name on the plate. Yeah. ക്യാമറ കാണിക്കുന്ന വിൽസൺ അവൻ്റെ മുഖം ഇങ്ങനെയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ആക്ച്വലി നമ്മുടെ കുറേ പ്ലാനുകളുണ്ടായിരുന്നു. അതിലൊരു പ്ലാന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഒരുമിച്ച് കൊളംബിയയിലോ അർജന്റീനോ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അവ എയർലൈനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലൈറ്റ് പൈസ കൊടുത്തിട്ട് നമ്മൾ അർജന്റീന വല്ലതും പോകാൻ വേണ്ടിയിരുന്നു. ലാസ്റ്റ് പ്ലാൻ മാറി പിന്നെ അത് കൊളംബിയ ആക്കി, പിന്നെ പനാമ ആക്കി, പിന്നെ എല്ലാ പ്ലാനും മാറി നമ്മൾ പോയില്ല എന്ന് വിചാരിച്ചു. നാളെ ക്യാപിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവരെ കൊണ്ട് ക്യാമ്പ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ അക്കോമഡേഷൻ ഒന്നും ബുക്ക് ചെയ്തില്ല, കാരണം ഇന്നത്തേക്ക് നമ്മുടെ പ്ലാന് ഫ്ലൈ ചെയ്യാനായിരുന്നു. ലാസ്റ്റ് നിമിഷത്തിൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് നമ്മൾ ടെൻ്റ് അടിച്ച് കിടക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ അമ്മമാരെ ബീച്ചിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓട്ടെ. ഫീലിംഗ് ബ്രോ? I'm feeling like homeless. ഹോംലെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കോസ്റ്ററിക്കയിൽ വന്നിട്ട് നമ്മള് ഹോംലെസ്. How about him? Here you want to camp? Bro, vamos.